ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി വിചാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ മിക്കവാറും ചോറെല്ലാം ബാക്കി വരാറുണ്ടല്ലേ. അപ്പോൾ ആ ചോറ് ഇനി വേസ്റ്റാക്കി കളയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കളയണ്ട. നല്ല രുചികരമായ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനായിട്ട് ഈ വെന്ത ചോറ്, എനിക്കിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെന്ത ചോറാണ് ഉണ്ടായിരുന്നത്. ആ ചോറ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇപ്പോൾ കാണുന്ന കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി അരയ്ക്കുമ്പോൾ ചേർക്കുന്നുണ്ടെങ്കിൽ പോലും 1 ടീസ്പൂൺ വീതമേ ഒന്ന് ചേർത്ത് കൊടുക്കാവൂ. ശ്രദ്ധിച്ച് വെള്ളം കുറച്ച് വീതം ചേർത്ത് കൊടുത്ത് നേരത്തെ കണ്ട കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയാണ് വേണ്ടത്. സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കറിവേപ്പില 3 തണ്ട് കറിവേപ്പിലയാണ് ഞാൻ എടുത്തത്. കറിവേപ്പിലയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. കൈകൊണ്ട് മുറിച്ചിടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചി ഏകദേശം ഒരു വിരലിൻ്റെ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചി ചേർത്തിട്ടുണ്ട്. ആ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട്. നല്ല ചെറുതായിട്ട്, വളരെ തരിതരിപ്പോടെ മുറിച്ചിടാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് പച്ചമുളക്. ഞാനിവിടെ 1 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 2ഓ 3ഓ ഒക്കെ ചേർക്കാം, പച്ചമുളകിൻ്റെ എരിവ് പോലെ. അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി അരച്ചു വെച്ച ചോറിലേക്ക് ആദ്യം ചേർത്തത് റവയാണ്. 1 ടീസ്പൂൺ റവയാണ് ചേർത്തത്. ഒപ്പം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ആദ്യം ഞാൻ 3 ടീസ്പൂൺ ചേർത്തു. അതിനുശേഷം 2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ കൺസിസ്റ്റൻസി മിക്സ് ചെയ്ത് വരുമ്പോൾ നോക്കാനാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കൈകൊണ്ടോ സ്പൂണിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ചെയ്തപ്പോൾ ആണ് എനിക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർക്കണം തോന്നി. അങ്ങനെ 3 ടീസ്പൂണിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ കൂടി ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഉഴുന്നുവട പോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ കൺസിസ്റ്റൻസി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കതിനെ ഷേപ്പാക്കി എണ്ണയിലിട്ട് വറുത്ത് കോരേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ വരത്തക്ക വിധമുള്ള കൺസിസ്റ്റൻസി വേണം. റവ ചേർക്കുന്നത് അതിനകത്തുള്ള ഒരു ക്രിസ്പിനെസ് വരാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റൗവ് കത്തിച്ചിട്ട് ചീനച്ചട്ടി വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അടുത്ത് ഞാൻ ചെയ്യുന്നത്, ഈ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, 2 കൈയും ഞാൻ നനച്ചെടുക്കാറുണ്ട്. കാരണം നനവുള്ള കയ്യിൽ വേണം ഈ മിക്സ് വയ്ക്കാനായിട്ട്. എങ്കിലേ നമുക്കതിനെ ഷേപ്പാക്കി കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ എണ്ണയിലേക്ക് ഇടാൻ പറ്റൂ. ഇപ്പം അങ്ങനെ ഷേപ്പാക്കി നല്ല ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ലോയിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മാറ്റിയെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. മണിക്കുട്ടി, ഇനി വാ കഴിച്ചു നോക്ക്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ട?